ഗ്രൂപ്പ് പോരിലും വിവാദങ്ങളിലും പെട്ടുലയുമ്പോഴും 2025 BJPക്ക് രാഷ്ട്രീയ പ്രതീക്ഷ സമ്മാനിച്ച വർഷമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായതും വോട്ട് കണക്കിലെ വർധനവും നേട്ടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുക എന്നതാണ് ഇനി BJPക്ക് മുന്നിലെ പ്രധാന കടമ്പ. കൊടകര കുഴൽപ്പണക്കേസും ഉച്ചസ്ഥായിയിലെത്തിയ ഗ്രൂപ്പ് പോരും ആരോപണ പ്രത്യാരോപണങ്ങളുമൊക്കെയായി BJP സംസ്ഥാന നേതൃത്വം ആടി ഉലയുമ്പോഴാണ് കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാനുള്ള ചർച്ചകളിലേക്ക് കേന്ദ്ര നേതൃത്വം കടന്നത്. 2025 തുടക്കത്തിലായിരുന്നു അത്. വി മുരളീധരന്റെയും ശോഭാ സുരേന്ദ്രന്റെയും MD രമേശിന്റെയും ഒക്കെ പേരുകളെ മറികടന്നാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷ പദവിയിൽ അവരോധിച്ചത്. നടപടിക്കെതിരെ അതൃപ്തി പുകഞ്ഞെങ്കിലും ആളിക്കത്താതിരുന്നത് പാർട്ടിക്ക് ആശ്വാസമായി. 30 സംഘടനാ ജില്ലകൾ രൂപീകരിച്ച് പാർട്ടിയുടെ അടിത്തട്ട് ശക്തിപ്പെടുത്താനുള്ള തീരുമാനം ഗുണം ചെയ്തുവെന്നാണ് വിലയിരുത്തൽ. RSS നേതൃത്വമായുള്ള സംസ്ഥാന അധ്യക്ഷന്റെ അടുപ്പവും സംഘടനാ പ്രവർത്തനം സുഗമമാക്കി. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ മോദിക്കൊപ്പം വേദി പങ്കിട്ടതു മുതൽ കർണാടക ഭൂമി വിവാദം വരെ രാജീവ് ചന്ദ്രശേഖരനെതിരെ വിവാദങ്ങളും ഏറെ ഉണ്ടായി. BDJS-മായി ഉണ്ടായ തർക്കം പൂർണ്ണമായി പരിഹരിക്കാനാവാത്തതും CK ജാനു മുന്നണി വിട്ടതും തിരിച്ചടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കാനായത് 2025 BJPക്ക് നൽകിയ വലിയ നേട്ടങ്ങളിലൊന്നാണ്. എന്നാൽ ശബരിമല വോട്ടാക്കാൻ ശ്രമിച്ച BJPക്ക് പക്ഷേ പന്തളം നഗരസഭയിലെ ഭരണം നഷ്ടമായത് കനത്ത തിരിച്ചടിയായി. വിഷൻ 2026 പദ്ധതി പ്രഖ്യാപനത്തിനായി പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്തെത്തിച്ച് കാലേക്കൂട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് BJPയും. മീഡിയ 1 തിരുവനന്തപുരം.